ബോൺ ആൻഡ് ജോയിന്റ് ദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ഓർത്തോപീഡിക് സൊസൈറ്റിയുടെയും കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി വയോജനങ്ങളിലെ അസ്ഥിരോഗത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രതിവിധിയെ സംബന്ധിച്ചും സ്കൂൾ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. ഡോക്ടർ നിഷോർ ടി.കെ., ഡോക്ടർ അഭിനോ ഡേവിഡ് എന്നിവർ ക്ലാസ് എടുത്തു. ബോൺ ആൻഡ് ജോയിന്റ് ദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ഓർത്തോപീഡിക് സൊസൈറ്റിയും കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി വയോജനങ്ങളിലെ അസ്ഥി സംബന്ധ രോഗങ്ങളെക്കുറിച്ചും അവയ്ക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും ഉള്ള ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തന്നെ സന്താനമായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുന്ന ഡോക്ടർ നിഷോർ കുമ്പളോളിൽ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ ഡോക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള സമയങ്ങൾ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുമെന്നുള്ള തിരിച്ചറിവോടുകൂടി കേവലം പാഠഭാഗങ്ങളിലോ സിലബസിലോ മാത്രം ഒതുങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ ഒരു വ്യക്തിയുടെ സഫലമായ വികസനം സാധ്യമാകില്ല എന്ന തിരിച്ചറിവോടുകൂടി ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വികസനം പൂർത്തിയായെങ്കിൽ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം കൊണ്ട് നാം ലക്ഷ്യപ്പെടുന്ന പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് കുന്നന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാത്യു വർഗീസ് മാരോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്. അതിലുപരി CPCR ആണ്. അതായത് ഒരു അബോധാവസ്ഥയുള്ള രോഗിയെ പരിശോധിച്ച ശേഷം എങ്ങനെ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ കാർഡിയോപൾമണറി റിസസിറ്റേഷൻ കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ഇതിനൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമാണ്, എന്താണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? ഒരു മനസ്സ് വേണം അല്ലേ. നിങ്ങളുടെ സഹജീവികളെയോ നിങ്ങളുടെ കൂട്ടുകാരെയോ അപകടത്തിൽപ്പെടുമ്പോൾ സഹായിക്കണമെന്നുള്ളൊരു മനസ്സ് വേണം അല്ലേ. അത് കഴിഞ്ഞല്ലേ ഫസ്റ്റ് എയ്ഡ് വരുള്ളൂ. ആ മനസ്സ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങൾ ഏവരും ഇവിടെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന്. അപ്പോൾ ആ മനസ്സ് ഉണ്ടാവണം എന്നുള്ളത് വിദ്യാഭ്യാസത്തിൽ വരുന്ന ആദ്യത്തെ ഒരു വിദ്യ തന്നെയാണ്. ആ വിദ്യ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാവേണ്ടത് അറിവാണ്. ആ അറിവിന് വേണ്ടി അഭ്യസിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാവുന്നത്. പത്തനംതിട്ട ഓർത്തോപീഡിക് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് കുമാർ MJ, കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ അസോസിയേഷൻ പത്തനംതിട്ട സെക്രട്ടറി ഡോക്ടർ നിഷാന സൈഫ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും ഓർത്തോപീഡിക് സർജനുമായ ഡോക്ടർ നിഷോർ ടി.കെ., കോന്നി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അഭിനോ ഡേവിഡ് എന്നിവർ കുട്ടികൾക്കായുള്ള പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് അവർ അപകടത്തിൽപ്പെട്ട ഒരാളെ അയാൾക്ക് വേണ്ട വിദഗ്ധമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നിട വരെ അയാളുടെ ജീവൻ നിലനിർത്താനായി നമ്മൾ പ്രാഥമികമായി നൽകുന്ന ശുശ്രൂഷയ്ക്കാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് ആരാണ്? ഡോക്ടറാണോ? ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി ലഭിക്കുന്നിട വരെ അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ നൽകുന്ന പ്രാഥമികമായ ശുശ്രൂഷയ്ക്കാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്. ഒന്ന്, അയാളുടെ ജീവൻ നിലനിർത്തുക. നമ്മൾ ആശുപത്രിയിൽ എത്തി അയാൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നിടം വരെ അയാളുടെ ജീവൻ നിലനിർത്തുക. ഉണ്ടായ അപകടം മൂലമുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അപകടത്തിന്റെ കാഠിന്യം കൂടാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്താണ്, വേഗം അയാളുടെ അസുഖം മാറാനായിട്ടുള്ള കാര്യങ്ങൾ പ്രഥമ ശുശ്രൂഷ വഴി നമുക്ക് നൽകാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടും പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നത് വഴി നമുക്ക് സാധിക്കും.